കൊല്ലം നിലമേലിൽ ഗവർണർക്ക് നേരെ SFI കരിങ്കൊടി കാണിച്ചു. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഗവർണർ പോലീസിനെ ശകാരിച്ചു. വാഹനത്തിൽ തിരിച്ചു കയറാതെ ഗവർണർ നടു റോഡിൽ നിന്നു. പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കാതെ വാഹനത്തിൽ കയറില്ല എന്ന് ഗവർണർ പറയുകയാണ്. ദിലീപ് ദേവസ്യ വിശദാംശങ്ങളുമായി. ദിലീപ്, എന്താണ് സംഭവിച്ചത്? നികേഷ്, വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ നിലമേലിൽ ഉണ്ടായിരിക്കുന്നത്. കൊട്ടാരക്കരയിലെ അവധൂത സദാനന്ദ സ്വാമി സമാധി ശതാബ്ദി വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഗവർണർ പുറപ്പെട്ടത്. കൊല്ലം നിലമേൽ എത്തിയപ്പോഴാണ് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ഇതോടുകൂടെ പ്രകോപിതനായ ഗവർണർ വാഹനത്തിൽ നിന്നിറങ്ങി വരികയും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഗവർണർ പൊതു റോഡിൽ ഇറങ്ങിയതോടുകൂടെ തന്നെ വലിയ ജനക്കൂട്ടവും അതിന് പിന്നാലെ തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തുകയും ചെയ്തു. ഇവരെ, അതായത് SFI പ്രവർത്തകരെ ക്കെതിരെ കേസെടുക്കാതെ താൻ വാഹനത്തിൽ കയറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ ഒരു ഹോട്ടലിൽ കയറിയിരുന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നു. അങ്ങനെ വലിയൊരു നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രതിഷേധക്കാരാണെങ്കിൽ ആ പ്രദേശത്ത് തന്നെ ഉണ്ടും താനും ഞങ്ങൾ ബ്ലഡി മലയാളീസ് എന്ന രീതിയിൽ ബ്ലഡി കണ്ണൂരൻസ് എന്നുള്ള പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു പോസ്റ്ററുകൾ അടക്കം കാണിച്ചുകൊണ്ടാണ് ഈ നിലമേലിൽ SFI പ്രവർത്തകർ, ഏകദേശം 60ഓളം വരുന്ന SFI പ്രവർത്തകരാണ് രാവിലെ തന്നെ ഗവർണറെ കരിങ്കൊടി കാണിക്കാനായി എത്തിയത്. അത് നേരത്തെ തന്നെ അവർ സംഘടിച്ചു നിന്നിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കം ഇപ്പോൾ നമ്മളടുത്ത് പറയുന്നത്. നേരത്തെ തന്നെ ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ബാനറുകൾ സഹിതം അവർ ആ നിലമേലിൽ നിലയുറച്ചിരുന്നു. ഗവർണറുടെ വാഹന വ്യൂഹം കടന്നു വന്നതിന് ശേഷം ഗവർണറുടെ വാഹനം എത്തിയ ഉടനെയാണ് ഇവർ കരിങ്കൊടിയും അതുപോലെ തന്നെ ഈ ബാനറുമായിട്ട് റോഡിലേക്ക് എത്തിയത്. ഇത് കണ്ടതോടുകൂടെ ഏകദേശം 60ഓളം പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് തൊട്ടടുത്തേക്ക് എത്തിയതോടുകൂടെ തന്നെ പ്രകോപിതനായ ഗവർണർ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും പോലീസിനെ സഹായിക്കുകയാണ് ചെയ്തത്. ഇവർക്കെതിരെ കേസെടുക്കുന്നതുവരെ താൻ ഈ നിലമേലിൽ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു കടയുടെ മുന്നിൽ ഒരു വെള്ളം വാങ്ങി കുടിച്ചുകൊണ്ട് ആ കടയിൽ മുന്നിൽ ഇരിക്കുകയാണ്. നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. വലിയ ജനക്കൂട്ടം റോഡിൽ ഗതാഗത തടസ്സം വരെ ഉണ്ടാകിയിരിക്കുന്നു. അങ്ങനെ കൊട്ടാരക്കര അവധൂത സദാനന്ദ സ്വാമിയുടെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഈ നിലമേലിൽ വെച്ച് നാടകീയ രംഗങ്ങൾ ഉണ്ടായിരിക്കുന്നത്. SFIയുടെ ഒരു 60ഓളം പ്രവർത്തകർ എത്തിയപ്പോഴാണ് കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത്, കേസെടുക്കുന്നത് വരെ താൻ ഇവിടെ ഇരിക്കുമെന്നും വാഹനത്തിൽ കയറില്ലെന്നുള്ള ഒരു ഉറപ്പിലാണ്, അല്ലെങ്കിൽ ആ ഒരു സാക്ഷ്യത്തിൽ തന്നെയാണ് ഗവർണർ ഇപ്പോൾ നിൽക്കുന്നത്. നിലമേൽ വെച്ചായിരുന്നു 60ഓളം SFI പ്രവർത്തകർ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചത്. വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത് പോലീസുകാർ എല്ലാവരും തന്നെ വട്ടം കൂടുന്നു. ജനങ്ങൾ എത്തുന്നു, BJP പ്രവർത്തകർ എത്തുന്നു, അതുപോലെ തന്നെ എല്ലാ നാട്ടുകാരെല്ലാവരും തടിച്ചു കൂടുന്നു. വലിയൊരു നാടകീയം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഗവർണർ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു, പോലീസുകാരെ സഹായിക്കുന്നു, ഒരു ഹോട്ടലിലേക്ക് കയറിയിരിക്കുന്നു. ഇവർക്കെതിരെ കേസെടുത്തിട്ട് താൻ പോകുന്നത് പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ചായക്കടയിൽ കസേരയിട്ടിരുന്ന് വെള്ളം കുടിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് MSF മറ്റൊരു വാർത്തയാണത്. കൊല്ലം നിലമേലിൽ ഗവർണർക്ക് നേരെ SFI കരിങ്കൊടി കാണിച്ചു. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഗവർണർ പോലീസിനെ ശകാരിക്കുകയും ചെയ്യുന്നു. വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ ഗവർണർ നടുറോഡിൽ നിൽക്കുകയാണ്. പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കാതെ വാഹനത്തിൽ കയറില്ല എന്ന നിലപാടിലാണ് ഗവർണർ.